കാലഘട്ടത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഞാനും നിങ്ങളും അറിഞ്ഞു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ ആഡംബരങ്ങളും, എല്ലാ സുഖങ്ങളും, എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന ഞാനും നിങ്ങളും നിത്യമായി പേടിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു മുസ്ലിം ഇന്നൽ മുഅ്മിന ഫീ ഖംസതി അൻവാഇ മിനൽ ഖൗഫ്, ഏതൊരു മുസ്ലിമും എല്ലാ സമയവും പേടിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അത് ഈ ലോകത്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ മുഅ്മിനാണ്. ഈ 5 പേടികൾ വഅദ് പറയുന്ന ഞാനും നിങ്ങളും പേടിച്ച് ജീവിക്കേണ്ടതുണ്ട്. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്ന്, മിൻ ഖിബലില്ലാഹി തആല, ആ പേടി വരേണ്ടത് യജമാനനായ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നാണ്. അയ്യഖുദ മിൻഹുൽ ഈമാൻ, യാ അല്ലാഹ്, ഏറ്റവും വലിയ അനുഗ്രഹമായ, ഏറ്റവും വലിയ നിഅമത്തായ ഈമാൻ എന്ന് പറയുന്ന വലിയ ആയുധം അല്ലാഹു പിൻവലിക്കുമോ എന്ന പേടി നിത്യമായൊരു മുസ്ലിമിൽ ഉണ്ടാകേണ്ട പേടിയാണ്. പ്രിയപ്പെട്ട ഈ കാലത്ത് ജീവിക്കുന്ന ഉമ്മമാരെ, യുവതികളെ, ഞങ്ങളിൽ വേണ്ട ആദ്യത്തെ പേടി യജമാനനായ അല്ലാഹു ഈമാൻ പിൻവലിക്കുമോ എന്ന പേടിയെങ്കിൽ, രണ്ടാമത് വേണ്ടൊരു പേടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നുണ്ട്. മിൻ ഖിബലിൽ ഹഫള, ഹഫള എന്ന ഹഫളത്തിന്റെ മലക്കുകൾ എന്ന് പറയുന്ന ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഭാഗത്തിൽ നിന്ന് നമുക്ക് പേടിയുണ്ടാകണം. എന്താ പേടിയുണ്ടാകേണ്ടത്? അയ്യക്തുബു അലൈഹി മാ യഫ്തലിഹു ബിഹി യൗമൽ ഖിയാമ, നാളെ ആഖിറത്ത് ചെല്ലുമ്പോ നിങ്ങൾ നാണക്കെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ മലക്കുകൾ എഴുതി വെക്കുമോ എന്ന പേടി. നാളെ കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്ന മഹ്ശറയിൽ ഞാൻ ഈ ദുനിയാവിൽ ചെയ്ത തമ്മാടിത്തരങ്ങളെ കൊണ്ട് ഞാൻ നാണക്കിടേണ്ടി വരോ? അങ്ങനെയുള്ള തെറ്റുകൾ മലക്കുകൾ എഴുതി വെക്കുമോ എന്ന പേടി രണ്ടാമത് ഞങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മൂന്നാമതൊരു പേടി മിൻ ഖിബലി ശൈത്താൻ, അത് ശൈത്താന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. അയ്യുബ്തില അമലു, ഞാൻ കഠിനാധ്വാനം ചെയ്തു ഇന്നലെ രാത്രി പകുതി രാത്രി വരെ 1 മാസമായി ഈ പിലിക്കളത്തെ മദ്രസ മുറ്റ വൃത്തിയാക്കാനും ഇവിടെ ആലിമീങ്ങളെ വിളിച്ചുകൂട്ടാനും സദാത്തുക്കളെ വിളിച്ചുകൂട്ടാനും ഞങ്ങൾ വന്ന ത്യാഗങ്ങൾ ഇബ്ലീസ് ചിലപ്പോ നഷ്ടപ്പെടുത്തുമോ എന്ന പേടിയാണ് പ്രിയപ്പെട്ട നെരിയയിലെ യുവാക്കളെ, എന്റെയും നിങ്ങളെയും കയ്യിൽ വേണ്ടത്. നാലാമതൊരു പേടി മിൻ ഖിബലി മലക്കിൽ മൗത്ത്, ഇസ്രായീലിന്റെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ട പേടി. അയ്യഖുദഹു ഫീ ഖഫലത്തിൻ ബഗ്ത, ഞാൻ ഒന്നും അറിയാതെ, ഞാൻ ഒരു ഖഫലത്തിൽ, ഞാൻ അനാവശ്യത്തിൽ ഏർപ്പെടുമ്പോ ഇസ്രായീൽ വന്ന് റൂഹ് പിടിക്കോ? ഇസ്രായീൽ വന്നിട്ട് ഞാൻ തമാശ കളിക്കുമ്പോ, ഞാൻ ഹറാമിൽ ഏർപ്പെടുമ്പോ, ഞാൻ അനാവശ്യമായ ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോ എന്റെ റൂഹ് മലക്കുൽ മൗത്ത് പിടിക്കുമോ എന്ന പേടിയാണ് നാലാമതായിട്ട് വേണ്ടത്. ആര് കൊണ്ടിന്ന് ഈ ആ പേടികൾ? അഞ്ചാമതായിട്ട് മിൻ ഖിബലി ദുനിയാ, നശ്വരമാകുന്ന ഈ ലോകത്തിൽ നിന്നുണ്ടാകേണ്ട പേടി. അയ്യഗ്തറ ബിഹാ, ഈ ദുനിയാവ് ചതിക്കോ? വതുശ്ഗിലുഹു അനിൽ ആഖിറ, ആഖിറത്തിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഈ ദുനിയാവ് തടസ്സമാകുമോ എന്നിങ്ങനെ 5 പേടികൾ ദിനേന ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്നുണ്ടായേ പറ്റൂ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
ഈ അഞ്ചിൽ ഒരു പേടിയെങ്കിലും രാത്രി കിടന്നുറങ്ങുമ്പോ വാള് പറയുന്ന എന്റെ ഖൽബിലേക്ക് വരുന്നുണ്ടോ? കേൾക്കുന്ന നിങ്ങളുടെ ഖൽബിലേക്ക് വരുന്നുണ്ടോ? ഒന്നീ പിലിക്കളയിൽ നടക്കുന്ന ഹുബ്ബുർ റസൂൽ പരിപാടിയിൽ ഓർത്തു വെക്കേണ്ടത് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചിയും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽപ്പെട്ട ആദ്യത്തെ ഒന്ന് ഈമാനുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇന്നൊരൽപസമയം അതുമായി സംസാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മിൻ ഖിബലില്ലാഹി തആല, അല്ലാഹുവിൽ നിന്ന് പേടിക്കേണ്ടത് അയ്യഖുദ മിൻഹുൽ ഈമാൻ. യാ അല്ലാഹ്, ഈമാനാകുന്ന വജ്രായുധം നഷ്ടപ്പെടോ? ഈമാനാകുന്ന വജ്രായുധം നഷ്ടപ്പെടോ? നമുക്കത് പേടിയയില്ല. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി തങ്ങൾ പറയുന്നുണ്ട്, മാ അമിന അഹദും മിനൽ ഈമാൻ, ഈമാൻ തെറ്റിപ്പോകുമെന്ന് പേടിയില്ലാത്തവർ, അത്രയ്ക്കും ദൃഢമുള്ളവർ ഇല്ല സുലിഭ, അവരുടെ ഈമാൻ ചിലപ്പോ ഊറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടി അത്യാവശ്യമാണ്. പേടിച്ചേ പറ്റൂ. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്ക്, ഈമാനുമായി ബന്ധപ്പെട്ട് പേടിയില്ലാത്തത് പാവപ്പെട്ട നമുക്കല്ലേ. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിനേന പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്, ഒരു ദുആ ഉണ്ട്. എല്ലാ ദിവസവും ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. സൗകര്യമുണ്ടെങ്കിൽ കേട്ടുവെച്ചോ, പിന്നീട് അതിനൊന്ന് ബായ്ഹാട്ട് ചെയ്തു വെച്ചാൽ നല്ലതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരു വിഷയത്തിനെയാണ് ഹബീബായ മുത്തുനബി തങ്ങളെ പ്രാർത്ഥനയായി ദുആയി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യാ അല്ലാഹ്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان. പടച്ച റബ്ബേ, നമുക്ക് ഈമാനിനോട് നല്ല കൊതിയുണ്ടാക്കി തരണം. നമുക്ക് ഈമാനിനോട് നല്ല പിരിസപ്പാടുണ്ടാക്കി തരണം. അത് നമ്മുടെ ഖൽബിൽ നല്ല ഭംഗിയാകണം. അതൊരു മുഅ്മിനിന്റെ ഖൽബിന്റെ സൗന്ദര്യമാകണം. ഈ പാവപ്പെട്ട എന്റെ ഖൽബിലും ഈമാനൊരു സൗന്ദര്യമാകണം. ഈമാനൊരു ചന്തമാകണം. ഈമാനൊരു ഭംഗിയാകണം. നമുക്ക് ഈമാനിനോട് നല്ല പിരിസപ്പാടുണ്ടാകണം. കുഫ്രിയത്ത്, തമ്മാടി തറത്തിൽ നിന്ന് നമ്മുടെ ഖൽബിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു, ദുആ ചെയ്യാൻ കൽപ്പിച്ചൊരു ദുആയാണത്. അല്ലാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ ഖൽബിൽ അല്ലാഹു ഈമാൻ ഭംഗിയായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ അത്യാവശ്യമാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പ്രാർത്ഥിച്ചു, പിന്നെയല്ലേ പാവപ്പെട്ട ഞാനും നിങ്ങളും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആരാണ്? സിദ്ദീഖുൽ അക്ബർ അഫ്ളലു സ്വഹാബതി അനീസുഹും സുറൂറൻ സുറൂറാ അബൂബക്കർ സിദ്ദീഖുല്ലാഹ് അലൈഹിസ്സലാം. അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ലീഡറാരാണ്? ഈ ലോകത്തെ ഏറ്റവും വലിയ നേതാവാരാണ്? അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? അതിലൊരു തർക്കവുമില്ലല്ലോ. എത്ര വലിയ മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്തെ പള്ളിയില് സുബഹി നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സുബഹി നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ന് രാവിലെ രോഗിയെ സന്ദർശിച്ചയാളുണ്ടോ? അസുഖമായി കിടക്കുന്ന വീട്ടിൽ പോയി സാന്ത്വനപ്പെടുത്തി വന്ന ആരെങ്കിലും ഉണ്ടോ?
കൈ ഉയർത്തിയത് സിദ്ദീഖ് തങ്ങളാണ്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ അല്ല, ഇപ്പോ പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ദാനം കൊടുത്തയാളുണ്ടോ? സിദ്ദീഖ് തങ്ങൾ നഅം ഓക്കേ പറഞ്ഞു, ഞാനുണ്ട് നബിയേ. മൂന്നാമത് ഇന്ന് ഈ സമയത്ത് ജനാസയുടെ പിന്നാലെ മയ്യത്തിന്റെ ബാക്കിൽ നടന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോഴും കൈ ഉയർത്തിയത് സിദ്ദീഖ് തങ്ങളാണ്. അപ്പൊ സ്വഹാബികൾ ചോദിച്ചു, അല്ല സുബഹി നിസ്കാരത്തിന് വരുമ്പോ അതൊക്കെ എങ്ങനെ കഴിയാനാണ്? അതെല്ലാം സാധിക്കോ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, സ്വഹാബാ, ഇന്ന് അതിരാവിലെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വരുമ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ഒരു സഹോദരനായ സ്വാമി വീട്ടിൽ കിടപ്പിലുണ്ടല്ലോ, ഒന്ന് പോയി കണ്ടുകൂടെ, സന്ദർശിച്ചുകൂടെ? നല്ല കാര്യമാണല്ലോ. അത് കേട്ട ഞാൻ ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോ ഞാൻ എന്റെ പള്ളിയുടെ വഴി തെറ്റിയിട്ട് എന്റെ കൂട്ടുകാരനായ അസുഖത്തിൽ കിടക്കുന്ന സ്വഹാബിയുടെ വീട്ടിൽ ചെന്നു സാന്ത്വനപ്പെടുത്തി ദുആ ചെയ്ത് വരുന്നു. വരുമ്പോ ആ വീട്ടുകാർ ഒരു ഉണങ്ങിയ റൊട്ടി തന്നു, കടിക്കാൻ ഒരു ഉണങ്ങിയ റൊട്ടി തന്നു. ഞാൻ ആ റൊട്ടിയുമായി നടന്നുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോ ഒരു യാചകനുണ്ട് അവിടെ. ആ റൊട്ടിയെടുത്ത് ഞാൻ നേരെ യാചകന്റെ കയ്യിൽ കൊടുത്തു. അതൊരു ദാനമല്ലേ? അങ്ങനെ വരുമ്പോ മയ്യത്തിന് കൊണ്ടുവരുന്നുണ്ട് പള്ളിയിലേക്ക്. ആ മയ്യത്തിന്റെ പിന്നാലെ ഞാൻ കൂടി, അവിടെയും കുറെ അമലെടുത്തു. അങ്ങനെയാണ് ഞാൻ പള്ളിയിലേക്ക് വന്നത്. യാ അല്ലാഹ്, സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അത്ര വലിയ നേതാവാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ സംഭവം കേൾക്കുമ്പോ വല്ലാത്ത കരയുകയാണ്, വല്ലാത്ത കരച്ചിലാണ് സിദ്ദീഖുൽ അക്ബർ. ഒരു ദുആ, ഒരു പ്രാർത്ഥന കേൾക്കുമ്പോ എന്തെന്നില്ലാത്ത കരച്ചിൽ. പ്രിയപ്പെട്ട യുവാക്കളെ, കേട്ടു നോക്കൂ നിങ്ങൾ. ആ പേടിയാണ്, ആ ഓർമ്മയാണ്, ആ ഗൗരവമാണ് എന്റെയും നിങ്ങളെയും ഖൽബിൽ വരേണ്ടത്. ആരാണ് ദുആ ചെയ്യുന്നത്, കരയുന്നത് ആരാണ്? സിദ്ദീഖുൽ അക്ബർ തങ്ങള്. ഏത് പ്രാർത്ഥനയാണത്? സുബ്ഹാനല്ലാഹ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചറബ്ബേ, ഹിദായത്ത് ഈമാൻ തന്നതിന് പിറകെ നമ്മുടെ ഈമാൻ നീ ഊറല്ല അല്ലാഹ്, നമ്മുടെ ഖൽബ് നീ പകർത്തല്ല അല്ലാഹ്, നമ്മുടെ ഖൽബിൽ നിന്ന് ഈമാൻ നീ തെറ്റിക്കല്ല അല്ലാഹ് എന്ന ആശയമുള്ള ആ ദുആ കേൾക്കുമ്പോ പൊട്ടി പൊട്ടി കരയുകയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങള്. നമുക്ക് പേടിയുണ്ടോ? ഈമാനിനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ഈമാനിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദുനിയാവിലെ ജീവിതത്തിനുള്ള സൗകര്യങ്ങൾ അതിനു വേണ്ടി ധാരാളം ദുആ ചെയ്യുന്നവരാണ് ഞങ്ങൾ, ദുആ ചെയ്യിപ്പിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഒരു ഉസ്താദിനോടും ഒരു സംഭാവന കൊടുക്കുമ്പോ ഈമാൻ വളരെ ദൃഢമായി ഉണ്ടാകണമെന്ന ആ ഒരു വലിയ ആശയോടെ ആരെങ്കിലും ദുആ ചെയ്യിപ്പിക്കാറുണ്ടോ? ഇല്ല. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് മുത്തുനബിയുടെ പ്രാർത്ഥന, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കരച്ചിൽ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. നമുക്ക് ആ പേടിയില്ല. അതുകൊണ്ട് ഈമാനിനെ കുറിച്ച് പേടിയില്ലാത്തയാൾ അവൻ മുനാഫിഖാണ്, മുസ്ലിം എന്ന് പറയാൻ പറ്റൂല. മുസ്ലിമാണോ? വമാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. മുസ്ലിമായ വ്യക്തിക്ക് ഈമാനിനെ കുറിച്ച് പേടിയുണ്ടാകൂ. നമുക്ക് നല്ല പേടിയുണ്ടാകണം. ഈമാനിനെ കുറിച്ച് ഈമാൻ പൊട്ടിപ്പോകോ? എന്തേ കാരണോ ഈമാൻ പൊട്ടിപ്പോകുന്നത്? ഒരു മുസ്ലിം അന്യധർമ്മത്തിലേക്ക് പോകൽ കൊണ്ട് മാത്രമല്ല. വളരെ പ്രധാനപ്പെട്ട വിഷയം. ഒരു മുസ്ലിം ഇസ്ലാമിൽ നിന്ന് മാറിയിട്ട് മറ്റേ മതത്തിലേക്ക് പോകുന്നത് വഴി മാത്രമല്ല ഈമാൻ തെറ്റി പോകുന്നത്. ചില അല്ലറ ചില്ലറ തെറ്റുകുറ്റങ്ങളുണ്ട്.
പ്രിയപ്പെട്ട യുവാക്കളെ ശ്രദ്ധിച്ചു കേട്ടോ, ചില്ലറയായി ഞങ്ങൾ കാണുന്ന തെറ്റുകുറ്റങ്ങളുണ്ട്. ആ തെറ്റുകുറ്റങ്ങളെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു മുസ്ലിമിന്റെ ഈമാൻ തെറ്റിപ്പോവുക. അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ.